നമുക്കും വളരെ മക്കളോടൊപ്പം എന്നാണല്ലോ നമ്മളെ ടോപ്പിക്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒന്ന്, എല്ലാ വർഷത്തിലും വളരെ ശ്രദ്ധിക്കണം, എല്ലാ വർഷത്തിലും ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ ലഭിക്കാനുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ വരും. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഏജൻസിക്ക് 18-20 ലക്ഷം റുപ്യ കൊടുത്തിട്ട് ലണ്ടനിലേക്കും ആഫ്രിക്കയിലേക്കും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കും കയറുന്ന കഥയല്ല. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളായി പാറമ്മൽ കുടുംബത്തിലെ കുട്ടികൾ മാറണം. ഒന്നും കൂടി പറഞ്ഞാൽ, നിങ്ങൾക്ക് IAS കാരനായി സജാദ് ഉണ്ട്, എന്നാൽ ഈ പാറമ്മൽ കുടുംബത്തിൽ നിന്ന് എത്ര പേര് ഇപ്പൊ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, ഇപ്പൊ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലുണ്ട്? അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉണ്ട് എന്ന് നമ്മൾ തെളിയിക്കുമ്പോഴാണ് ഉന്നതമായ കലാലയങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഇദ്ദേഹം വായ തുറന്ന് അതൊക്കെ പറയുള്ളൂ എന്നുള്ളത്. പക്ഷെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എനിക്ക് സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ നിൽക്കുകയാണ്. തിരൂർ MESൽ നിന്നൊരു സ്കൂളിന്റെ മാത്രം കഥ പറയല്ല. കഴിഞ്ഞ MESന്റെ ടോട്ടൽ പ്രിൻസിപ്പൽമാർക്ക് കഴിഞ്ഞ മാസത്തിൽ നമ്മളൊരു ട്രെയിനിങ് കൊടുത്തിരുന്നു. MESലെ ടോട്ടൽ കേരളത്തിലെ പ്രിൻസിപ്പൽമാർ. അപ്പോഴും ഞാൻ ഈ കഥ പറഞ്ഞു. തിരൂർ MESല് ഒരു മോന്, ആ മോന് ഏതോ ഇതേപോലെ സംസാരം കേട്ടിട്ട് അവൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ടെസ്റ്റ് എഴുതി. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ആദ്യം പഠിച്ചതാരാ? നമുക്ക് പറയാനുള്ളത് ഒന്ന് BR അംബേദ്കർ ആണ്. നമ്മുടെ ഭരണഘടനയെ ഉണ്ടാക്കിയ ആളാണ് അവിടെ പഠിച്ച ആള്. രണ്ടാമത് നമുക്ക് പറയാനുള്ളത് ആരാ? ഇന്നേ വരെ മലയാളികളിൽ നിന്ന് ഒരാള് മാത്രമേ എന്തായിട്ടുള്ളൂ, ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ KR നാരായണൻ എന്നാണ്. KR നാരായണൻ പഠിച്ചത് ഇതേ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ്. ആ ശ്രേണിയിലേക്ക് പോയ ഒരു കുട്ടിയാണ് നമ്മുടെ MESലുള്ളത്. ഇതേപോലെ പ്രസംഗം കേട്ടിട്ട് പോയത് തന്നെയാണ്. ഇരുന്ന് കമ്പ്യൂട്ടറിൽ, ഞാൻ കുട്ടികളോട് പറയാൻ, കമ്പ്യൂട്ടറിൽ നിന്ന് ടെസ്റ്റുകളുടെ രീതികൾ നോക്കി, എന്താ റെഫറൻസ് സ്കിൽ, എന്താ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, എന്താ അനാലിറ്റിക്കൽ റീസണിംഗ്, എന്താ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, എന്താണ് സ്ട്രാറ്റജിക്കൽ തോട്ട്സ്, എന്താ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ഈ 6 സ്കില്ലുകളെ കുറിച്ച് പഠിച്ച്, അവിടുത്തെ ടെസ്റ്റുകളെ കുറിച്ച് പഠിച്ച് വീട്ടിലിരുന്ന് ടെസ്റ്റ് എഴുതിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയത് എങ്ങനെയെന്നറിയോ? MM സ്കൂളിലെ കോഴിക്കോടിലെ കുട്ടി, MM സ്കൂളിൽ നിന്ന് കടപ്പുറത്തെ സ്കൂളാ. അവിടുത്തെ കുട്ടി ഇതേപോലെ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ആ പിതാവ് വന്നിട്ട് എന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത മാനേജറെ മോനാ. മാനേജർ പറഞ്ഞു, സാർ എന്റെ മോന് നിങ്ങളൊക്കെ സംസാരം കേട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയി. ആ പിതാവ് സന്തോഷത്തോടു കൂടി പറഞ്ഞെന്താണെന്നറിയോ? ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ, ലണ്ടനിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് അയച്ചിട്ടാണ് ഈ കുട്ടി പോയത് എന്നാണ്. ഞാൻ എൻ്റെ ഈ പാറമ്മൽ കുടുംബത്തോട് പറഞ്ഞോട്ടെ, നിങ്ങൾ ഒരുപാട് ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണ്, യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണ്. ഉപയോഗിക്കെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്ക്. എന്നിട്ട് ഭാവിയിൽ പാറമ്മൽ കുടുംബം ഇതിലും ബൃഹത്തായ രീതി, ഇന്നിപ്പോ അവരാകെ ആദ്യം ആലോചിച്ചത് 500 ആൾക്കാരെ കൂട്ടാൻ, പിന്നെ ആലോചിച്ചത് 1000 ആൾക്കാരെ കൂട്ടാൻ. ഇപ്പൊ ഹമീദ് ഭായി ചെവി വന്നിട്ട് പറയാം, അവിടെയൊക്കെ ആൾക്കാർ നിറഞ്ഞ് ഇത് 2003 വിട്ടിട്ടുണ്ട്, ഞങ്ങൾ ആകെ ഇതിലാണ് എന്ന് പറഞ്ഞു. പക്ഷെ ചോറൊക്കെ പിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഉള്ളത് തയ്യൂലെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ആരും ബേജാറാവണ്ട, അതൊക്കെ ഇവിടെ ഏറ്റിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നിങ്ങളെ എളാപ്പാന്ന് വിളിക്കുന്ന ആള് അതിന്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ബാക്കിയുള്ള സഹോദരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി ഭാവിയിൽ ഇതേപോലെ സംഗമം കൂട്ടുമ്പോ, ഈ സ്റ്റേജിൽ വന്നിട്ട് ആദരം വാങ്ങുമ്പോ അതിൽ ഒരു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അഡ്മിഷൻ കിട്ടിയ പാറമ്മലുകാരൻ ഉണ്ടാകണം. അപ്പോഴായിരിക്കും അതിന് ഔന്നത്യം ഉണ്ടാവുക. ഇതേപോലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടി ഉണ്ടാകണം, ഒരാളെങ്കിലും ഉണ്ടാകണം. ഇതേപോലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു കുട്ടിയെങ്കിലും ഉണ്ടാകണം. മൈക്കിലൂടെ ലൈവായി ക്യാമറയിലൂടെ പറഞ്ഞോട്ടെ, എന്റെ ഒരു സ്വപ്നം ഇനി ബാക്കിയുള്ളത്, ഭൗതികപരമായി പഠിക്കുന്നതിൽ എനിക്കാകെ ബാക്കിയുള്ളത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഒരു തിസീസ് സബ്മിറ്റ് ചെയ്യണമെന്നാണ്. ആ സ്വപ്നമായിട്ടാ ഞാൻ തന്നെ നടക്കുന്നത്. എന്നാൽ പാറമ്മൽ കുട്ടികൾ അതൊക്കെ നേടിയവരുണ്ടാകട്ടെ. അടുത്ത സംഗമങ്ങളൊക്കെ ഭാവിയിൽ കൂടുമ്പോ അത്രമാത്രം നമ്മുടെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുപോകാൻ അധ്യാപക ശൃംഖലകളും ഇവിടുത്തെ മാന്യന്മാരും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ കാരണവന്മാരും തയ്യാറാണ്. വിദ്യാർത്ഥികളെ, നിങ്ങൾ തയ്യാറാണെങ്കിൽ അവരെല്ലാവരും തയ്യാറാണ്. അങ്ങനെ ഔന്നത്യമാർന്ന ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളായി ഞാനൊരു ഇതുണ്ടായിട്ട് പറയല്ല. കേരളത്തില് ഞാൻ ഒരുപാട് കുടുംബ സംഘങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ 1-2 കുടുംബത്തെ പറയാം. ആ കുടുംബത്തെ ആദരിക്കുമ്പോ ഇന്ന സ്ഥലത്ത് US പഠിക്കുന്ന, അമേരിക്കയിൽ പഠിക്കുന്ന, അതേപോലെ തന്നെ UK പഠിക്കുന്ന ധാരാളം പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ അവിടെ വെച്ച് ആദരിക്കുകയുണ്ടായി. ആ കുടുംബം പോലെ നമ്മളും ഉയർന്നു പോകട്ടെ. അങ്ങനെ വിദ്യാഭ്യാസപരം ഉയർത്തണം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷിതാക്കളോട് ഒരു കാര്യം പറയാണ്. എൻ്റെ ഉമ്മയൊക്കെ ചെയ്ത്, ഞാൻ ഉമ്മാനെ പറയല്ലോ, എന്നാൽ നല്ല കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഉമ്മയൊക്കെ ചെയ്തതിന് ഞങ്ങൾ സ്കൂൾ ഇട്ട് വരുമ്പോഴേക്ക് അന്നത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ചായ എന്തെന്ന് വെച്ചാൽ അരിമണി വറുത്തതും ചായയാണ്. നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അരിമണി വറുത്തതും ചായനേക്കാളും വലിയൊരു ചായ
അതിൽ തേങ്ങയും കൂടി ഇട്ടിട്ടുള്ള ചായനേക്കാളും വലിയ ഒരു സ്റ്റാർബക്സും ഇല്ല എന്നാണ് ഞാൻ കുടിച്ച കോഫികളിൽ ഏറ്റവും ടോപ്പ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്റ്റാർബക്സിന്റെ കോഫിയാണ്. അത് 200 രൂപ മുതൽ അങ്ങോട്ട് 5000 രൂപ വരെയൊക്കെ ഉള്ളത് ദുബായിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ പൈസ കൊടുത്ത് തിന്നണ കുടിക്കണ എല്ലാ ആൾക്കാരെ നമ്മൾ കുടിപ്പിക്കാറുണ്ട്. ഇത് ഇന്ന കോഫിയാണ് അപാരാണ് അങ്ങോട്ടാന്ന് പറഞ്ഞു. അതിനേക്കാളും നമുക്കിഷ്ടം ഉമ്മാരുണ്ടാക്കി തരുന്ന വല്ലാത്തൊരു ചായ ഉണ്ട്, അരിമണി വറുത്തതും ചായയും. അതെല്ലാ സ്റ്റാർബക്സിനെയും തോൽപ്പിക്കും. കാരണം സ്റ്റാർബക്സ് അതിലിട്ടിട്ടുള്ളത് കോഫി പൊടിയാണ്, മറ്റെന്തൊക്കെയോ ചേരുവകളാണ്. ഉമ്മ ഈ ചായയിലിട്ടത് ഒരുപാട് നാളത്തെ കണ്ണുനീരാണ്, ഒരുപാട് കാലത്തെ സ്നേഹമാണ്, നമ്മുടെ തലോടലാണ്. അതുകൊണ്ട് ഉമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ചായ ഉണ്ട്. ഇന്നത്തെ കാലത്തെ ഒരു അവസ്ഥ എന്താണെന്ന് പറയുക, നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് വിട്ട് വരുന്നതും നിങ്ങൾ അറിയണില്ല, അവര് ബാഗ് വെച്ചതും അറിയണില്ല, അവര് പോയിട്ട് നേരെ TV ഓണാക്കണ്, അവര് പോയിട്ട് അവരുടെ മൊബൈൽ ഓണാക്കണ്, അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് തട്ടിപ്പറിച്ച് പോണ്. പക്ഷെ ഉമ്മ അപ്പോൾ ഇരുന്നിട്ട് വാട്സപ്പിലാണ്. ഉമ്മാക്ക് ഇങ്ങനെ ഇന്തോനേഷ്യത്തെ തോട്ടങ്ങൾ കാണണം, ഉമ്മാക്ക് ഇങ്ങനെ മലേഷ്യയിലെ പിന്നെ ഇത് പൂവുകൾ കാണണം. ചുരുക്കി പറഞ്ഞാൽ അവിടെ മുതൽ അങ്ങോട്ട് മേൽക്ക് കണ്ടുകൊണ്ടിരിക്കുക. കുട്ടി സ്കൂൾ വിട്ട് വന്നതേ അറിയുന്നില്ല. കുറെ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയോ? പണ്ടൊരു കഥയുണ്ടല്ലോ, വാപ്പാനെ ഒരു മോൻ പുറത്തേക്കാണ്, ഭാര്യന്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട പറഞ്ഞിട്ട് ആ വാപ്പ വൃദ്ധസദനത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ മോൻ പോയിട്ട് പറയാണ്, വാപ്പ വെല്ലിപ്പാക്ക് ഒരു പുതപ്പെങ്കിലും കൊടുക്കണ്ടേന്ന്. പേരക്കുട്ടി പറയാ വെല്ലിപ്പാനുള്ള സ്നേഹം കൊണ്ട്. ആ സമയത്ത് എന്നാ വേണമെങ്കിൽ കൊണ്ടേ കൊടുത്താളേന്ന് പറഞ്ഞു. മനസ്സ് കൊടുക്കേ. ആ മോന് മെല്ലെ പുതപ്പിന്റെ നടുവം കണ്ട് കീറുകയാണ്. പുതപ്പിന്റെ നടുവണ്ട് കീറിയിട്ട് നേരെ നടു കീറിയിട്ടാണ്ട് കൊണ്ടേ കൊടുക്കുക വെല്ലിപ്പാക്ക്. അപ്പൊ വാപ്പ ചോദിക്കുക, എന്തിനാണ് നടു കീറിയത്? ആ പുതപ്പ് ഒന്നിച്ചു കൊടുത്തുവിടായിരുന്നില്ലാന്ന്. അപ്പൊ ഈ മോൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ബാക്കി ഞാൻ ഇവിടെ എടുത്തു വെക്കുന്നുണ്ട്, എന്റെ മോൻ നിങ്ങൾ പടിയിറങ്ങുമ്പോൾ തരാൻ. ഇതായിരുന്നു ആ മകന്റെ മറുപടി. അഥവാ നിങ്ങൾ വെല്ലിപ്പാകുമ്പോ എന്റെ മോൻ ഇതേപോലെ കൊണ്ടുവന്നു തരും, ഞാനന്ന് നിങ്ങളെ പടിയിറക്കുന്ന ദിവസം എന്നാണ്. അതുകൊണ്ട് തലമുറകൾക്ക് നല്ല സ്നേഹം നമ്മൾ പകർന്നു കൊടുത്തേ പറ്റൂ. വിദ്യാഭ്യാസമുള്ള എൻ്റെ ചെറുപ്പക്കാരോട് ഈ ലോകത്തിൽ ഏറ്റവും രസകരമായി കഥ കേൾക്കാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് പറയുന്നത് ഉമ്മാമാന്റെ മടിത്തട്ട്. ഉമ്മാമാന്റെ മടിയിൽ കിടന്നിട്ട് ഇങ്ങനെ കഥ കേൾക്കലുണ്ടല്ലോ. പണ്ട് പുഴക്കരയ്ക്ക് കെട്ടിച്ചത്, ചൂട്ട് കെട്ടത്, കയ്യെ മാറി പിടിച്ചത്, ബിരിയാണി തികയാതിരുന്നത്, അല്ലെങ്കിൽ ചോറ് തികയാതിരുന്നത്, ഒറ്റ കോഴിയോണ്ട് കറി വെച്ചപ്പോൾ അതിൻ്റെ കാല് പിന്നെ പുതിയാപ്പിളക്ക് കൊടുക്കണമായിരുന്നു, അത് കൊടുക്കാൻ വിട്ടുപോയത്, അങ്ങനെ പുതിയാപ്പിള അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയത്. എത്ര കഥകൾ പറയാണ്. ഈ വയസ്സന്മാരായിട്ട് ഇരുന്നാൽ ഇവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, പണ്ട് റേഡിയോ പാടിക്കാൻ ലൈസൻസ് വേണമായിരുന്നു. നിങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ചിരിക്കും. റേഡിയോ പാടിക്കാൻ പഞ്ചായത്തിന്റെ ലൈസൻസ് വേണമായിരുന്നു. ഒരു 10-40 കൊല്ലം മുമ്പേ. നിങ്ങൾ പേശന്മാരോട് ചോദിച്ചു നോക്ക്. ആ കാലൊക്കെ ഇപ്പൊ പറഞ്ഞാൽ നമുക്കാകെ അന്തം വിട്ടു. ഈ കാടാമ്പുഴയിൽ റേഡിയോ പറമ്പ് എന്ന് പറഞ്ഞൊരു പറമ്പുണ്ട്, റേഡിയോ പറമ്പ്. അതിലാണ് എൻ്റെ സുഹൃത്ത് വീട് വെച്ചിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, ഇതിനെങ്ങനെ റേഡിയോ പറമ്പ് എന്ന് പേര് വന്നത്? അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് അവിടുത്തെ ഒരു സഹോദരൻ അന്നത്തെ വയസ്സങ്കാർക്ക് ഒരു റേഡിയോ കൊടുന്ന് അതിങ്ങനെ പാടിച്ചപ്പോൾ അതിന്റെ തരംഗ ആകാശത്തിൽ കൂടി വരിക എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ റേഡിയോ എനിക്ക് ഇങ്ങോട്ട് തരുമോന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അത് തരാൻ പറ്റില്ല, ഭയങ്കര സംഭവമാണ്. എടാ ഞാൻ ആ പറമ്പാണ്ട് തരാന്ന് പറഞ്ഞു. അങ്ങനെ ആ പറമ്പ് കൊടുത്തിട്ട് റേഡിയോ ആയിട്ട് പോയി എന്നാണ്. അങ്ങനത്തെ കാലം. ഇപ്പോൾ ആ പറമ്പിന്റെ പേര് റേഡിയോ പറമ്പ് എന്നാണ്. എവിടെ നിന്നറിയാം? മരവട്ടത്താണ് ആ പറമ്പുള്ളത്. റേഡിയോ പറമ്പ് എന്ന അതിന്റെ പേര്. എന്താ, ഇങ്ങനത്തെ കുറെ കഥകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ ചിന്തിക്കണം. ഇന്നിവിടെ ഇരിക്കുന്ന വയസ്സന്മാരായ ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ പണ്ട് ലാഞ്ചിക്ക് കയറിപ്പോയ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. ലാഞ്ചിക്ക് കയറിപ്പോയവർ. എന്നിട്ട് അവിടെ റാന്തൽ വിളക്കം കൊണ്ട് നിന്നിരുന്ന കഞ്ഞി മൗലയെ ഇവര് മറന്നിട്ടുണ്ടാവില്ല. തിരൂരുകാരനായ കഞ്ഞി മൗലയെ. ഇന്നത്തെ സബുക്ക പോലെയുള്ള ഹോട്ടലിന്റെ അവരുടെ പേരക്കുട്ടികൾ അതൊക്കെ നടത്തുന്നത്. അന്ന് കോർഫുക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് കപ്പലിങ്ങനെ വന്നണയും. 6-7 ദിവസം കഴിഞ്ഞിട്ട് കപ്പൽ വരുമ്പോ ആ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി നീന്തി വരുന്നവര് വിശന്ന് പട്ടിണി കൊണ്ട് പൈതാഹം കൊണ്ട് വല്ലാണ്ട് വിഷമിക്കുമ്പോ അവര് കേറി വരുമ്പോ കരണ്ടില്ലാത്ത UAE-യിൽ ഇങ്ങനെ ഒരു വെറും വിളക്ക്, റാന്തൽ വിളക്ക് ചുറ്റിയിട്ട് ഇങ്ങനെ കാണിക്കുന്ന പാവത്തിന്റെ പേരായിരുന്നു കഞ്ഞി മൗല. മറന്നു പോകരുത് നമ്മൾ അവരെയൊന്നും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഖുർആൻ 30 ജുസ് എഴുതിയ ജമീല എന്ന് പറയുന്ന സഹോദരി ഇവിടെ ഉണ്ട് എന്നാണ് അമിത് ഭായി എഴുതുന്നത്. ആ സഹോദരി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സഹോദരിമാരങ്ങനെ എഴുന്നേറ്റ് നിർപ്പിച്ചത് നല്ലതല്ല. എന്നാൽ 30 ജുസും എഴുതി കൈപ്രതി കൊണ്ട് എഴുതിയെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു എല്ലാവരും ഒരു നല്ലൊരു കയ്യടി കൊടുത്താട്ടെ. 30 നമ്മൾക്ക് 30 ജുസ് ഓതാത്തൊരു കൂട്ടത്തിലുണ്ടാവും.
അത് മുഴുവനായിട്ടും എഴുതി തീർത്ത സഹോദരിയാണ്. അവർക്ക് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനൊക്കെ ഒരു മടി ഉണ്ടാവും. എന്നാലും അള്ളാഹു അവർ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. സ്വന്തം കൈപ്പട കൊണ്ട് 30 ജുസും എഴുതി തീർത്തിട്ടുണ്ട്. നിങ്ങളുടെ പാറമ്മൽ കുടുംബത്തിലെ സഹോദരി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ തന്നെ പാറമ്മൽ ആദ്യത്തെ ഡോക്ടറാണ് പ്രിയപ്പെട്ട കുഞ്ഞാപ്പു ഡോക്ടർ. അദ്ദേഹം എഴുന്നേറ്റ് നിന്നാട്ടെ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. മാഷാ അല്ലാഹ് ഇപ്പൊ സ്റ്റേജിലേക്ക് കയറി വന്ന ഇപ്പൊ ഏകദേശം എത്ര വയസ്സായി ഡോക്ടർ സാഹിബിന്? മാഷാ അല്ലാഹ്, ഇതാണ് ഡോക്ടർമാരായുള്ള ഒരു ഗുണം. 80 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ നമ്മളെക്കാളും പ്രസരിപ്പോട് കൂടി നിൽക്കാൻ അള്ളാഹുവിനെയും ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ആദ്യ വനിതാ ഡോക്ടർ ഉണ്ട്. പ്രിയപ്പെട്ട ആ വനിതാ ഡോക്ടർ എവിടെ ഉണ്ട് എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ അതാരാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ആദ്യത്തെ കുറച്ച് പ്രായം ചെന്ന ആൾക്കാരായിരിക്കും ആദ്യ വനിതാ ഡോക്ടർ എന്ന് പറയും. ഇതാ ഡോക്ടർ അവിടെ ഉണ്ട്. ഒന്നടക്ക കൈ എടുത്തത് വനിതാ ഡോക്ടറായിട്ട് മാറിയ ആൾക്കാർ. അതേപോലെ തന്നെ അതേപോലെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. മാഷാ അല്ലാഹ്, സ്വിറ്റ്സർലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോട് കൂടിയിട്ട് സുല്ലമി സാറുടെ മകനിലെ പഠിക്കണേ അനിയന്റെ മകൻ മാഷാ അല്ലാഹ് അവർ പഠിക്കുന്നുണ്ട്. ധാരാളം പ്രതിഭകൾ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ പോകേണ്ടത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമ്മളെ ജാബിർ വക്കീൽ വരുന്നുണ്ട്. മാഷാ അല്ലാഹ് നമ്മളൊരു സുഹൃത്തും കൂടി, ഞാനും ഹമീദ് ഭായും ജാബിർ വക്കീലൊക്കെ വളരെ അടുത്ത സുഹൃത്ത്. ഒരുപാട് യാത്രകൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നതാണ്. അദ്ദേഹം ഇന്ന് ജുവനൈൽ ജസ്റ്റിസാണ്. അതായത് കുട്ടികൾ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ സൂക്ഷിക്കണം മൂപ്പരെ എന്നുള്ളതാണ് അതിൻ്റെ ഇത്. മാഷാ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തെ ഇവിടെ ആദരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർത്തുക. ആദ്യം ഞാൻ പറഞ്ഞത് ദീനീപരമായി ഉയർത്തുക, രണ്ടാമത്തത് വിദ്യാഭ്യാസപരമായി വളർത്തുക, മൂന്നാമത്തത് സ്നേഹോഷ്മളമായി വളർത്തുക. ഒരിക്കലും കുട്ടികളെ ഉപദ്രവിച്ച് ചീത്തപ്പെടുത്തി അങ്ങട്ടാക്കി ഇങ്ങട്ടാക്കി. ഞാൻ ഈ രക്ഷിതാക്കളോട് പറയാണ്, ഇന്നത്തെ കുട്ടികൾ നല്ല പോലെയാണെങ്കിൽ പെരും നല്ല പോലെയാണ്. പഴയ പോലത്തെ ഞങ്ങളെ കാലത്തെ ആൾക്കാരെ പോലെ ഒന്നുമല്ല. ഞങ്ങളെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യണത് കുറെ കണ്ടിട്ടുണ്ട്. ആപ്പിൾ കച്ചവട സ്ഥലത്ത് നിന്ന് ആപ്പിളെങ്കിലും എടുത്തിട്ട് ദൂരത്തേക്ക് എറിയാഞ്ഞാൽ അന്നത്തെ ആൾക്കാർക്ക് എന്നിട്ടൂല, ഉറക്കം കിട്ടൂലായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇതെന്താ സൈറ ഡോക്ടറാണ് പറഞ്ഞതില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്റെ ഫ്ലോ പോകട്ടെ അമീത് ഭായി, ഇനി ഇടപെടില്ലേ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ കുട്ടികൾ പഠിച്ചുയർന്ന് പോകട്ടെ. മൂന്നാമത്തത് ഞാൻ പറഞ്ഞത് സ്നേഹോഷ്മളമായ രീതി. അതിന് ചില വഴികളുണ്ട്, വളരെ ശ്രദ്ധിക്കണേ. ചോറയ്ക്കാൻ വേണ്ടി നമ്മൾ പിരിണതിന് മുമ്പ് വരെ ആദരിക്കുന്നതിന് മുമ്പ് പറഞ്ഞോട്ടെ, ഈ സ്നേഹോഷ്മളമായ രംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് മക്കളോടൊപ്പം ഇരിക്കണ എല്ലാ ഫുഡും നമ്മൾ കഴിക്കേണ്ടത്. ഉമ്മ ഇരുന്നിട്ട് അടുക്കളയിൽ ഇരുന്നിട്ട് ഒറ്റക്കൊരു കഴിക്കല, എന്നിട്ട് 3:15 പോയിട്ട് ദുഹ്റുസ്കരിക്കല, 5:45 പോയിട്ട് ഒരു അസറസ്കരിക്കല. ഈ പരിപാടി നിർത്തിയേക്കുക. നമ്മൾ ഈ അടുക്കള ഇവിടേക്ക് ഓടിപ്പോവൊന്നുമില്ല. ചില സമയത്ത് നമ്മൾ പോയി പറയുമ്പോൾ അല്ല ഇതും കൂടി ഉണ്ട് തുടക്കട്ടെ, ഇവിടെയും കൂടി ഉണ്ട് കഴുകട്ടെ എന്നൊക്കെ പറയും. അടുക്കള എവിടേക്കാലും എണീറ്റ് പോവോ? നമ്മളെ വീട് ഇന്നാലും തുടച്ചൂടെ? ഞാൻ കളിയാക്കാൻ വേണ്ടി പറയല്ല. ഭക്ഷണം കഴിക്കാൻ സമയത്ത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റക്കൊറ്റയ്ക്ക് എവിടെ ഇരുന്ന് കഴിക്കരുത്. പ്രായം ചെന്ന ആൾക്കാരെ ഉപദേശിക്കല്ല. നിങ്ങൾക്ക് 10 മണിക്ക് കഞ്ഞിയാണ്, അത് നിങ്ങൾ കുടിച്ചോളിയും, കുട്ടികൾ നിങ്ങളെ കൂടെ ഉണ്ടായില്ല എന്ന് വരും. പക്ഷെ ഉച്ചച്ചോറ് കഴിക്കുമ്പോഴും രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും പ്രാതൽ ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാ മക്കളും വന്നിട്ട് കഴിക്കുക എന്നുള്ളത് ഒരു ആനന്ദമാക്കി നിങ്ങൾ എടുക്കണം. എല്ലാവരും, ഞാനിത് ഏകദേശം പ്രാവർത്തികമാക്കിയതോട് നിങ്ങളോട് പറയും. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കാം. ഇപ്പം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എന്നാലും നിങ്ങൾ പാലിച്ചേ പറ്റൂ. ആ സമയത്ത് നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടത്, പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഒരു ഹദീസ് ക്ലാസ് പോലെയോ അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ് പോലെ നമ്മളെ കുടുംബത്തിലെ കാണാൻ കണ്ടൊക്കെ പറ്റിയ ആൾക്കാരുണ്ടാവുമല്ലോ, ഒന്നുകിൽ ഉമ്മയായിരിക്കും ഉപ്പായിരിക്കും, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുട്ടികളെ കൂട്ടിയിട്ട് ഒരു ഉപദേശ സദസ്സ് നിങ്ങൾ പറയണ്ട, ഖുർആൻ ഹദീസൊക്കെ ഒരു ചർച്ച ചെയ്യൽ എന്നും കിട്ടിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവരും കൂടി ഒന്ന് കൂടിയിരിക്കണം. മക്കളുടെ വിഷയങ്ങളൊക്കെ ഒന്ന് അറിയണം. എന്താണ് എൻ്റെ സ്കൂളിലെ വിഷയങ്ങൾ എന്ന് അറിയണം. അപ്പോൾ സ്കൂളിലെ വിഷയങ്ങൾ പറയും, അവൻ്റെ പ്രയാസങ്ങൾ പറയും. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഒരു പരസ്പര ഷെയ്ക്കാൻഡൊക്കെ കൊടുത്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു സദസ്സ് നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. അതിൽ ഗസ്റ്റുകളൊന്നും വിളിക്കണ്ട, ഉമ്മ ഉപ്പ മക്കള്, പിന്നെ അവിടെ പേരക്കുട്ടികളുണ്ടെങ്കിൽ അവര് എല്ലാവരും കൂടി ഇരിക്കുക. ചിലപ്പോൾ നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് പേരക്കുട്ടിയെ കൂടെ പാഞ്ഞോട്ടെ, പായാത്ത പേരക്കുട്ടികൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം പിന്നാലെ കൂടി ഉപദേശിക്കല്ലേ, ഒരു ദിവസം നമ്മൾ ഇതാക്കുക. ആ ഒരാഴ്ചത്തത് മുഴുവൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഞാൻ ചെറിയ രീതിയിൽ ചെയ്യുന്ന പരിപാടി നിങ്ങളോട് പറയുന്നത്. ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടതൊക്കെ സ്വകാര്യത്തിൽ അവരോട് പറയാ, ഇന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം മോനെ എന്നൊക്കെ. അങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു സദസ്സ് പോലെ നിങ്ങൾക്ക് കൂടാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. മറ്റൊന്ന്, നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ള പരിപാടി ആണുങ്ങൾക്കില്ല, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം. അഥവാ നിങ്ങൾ പെരയിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ മക്കളെ എല്ലാവരും കൂട്ടിയിട്ടൊരു ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റണം. ആണുങ്ങളെല്ലാവരും
പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കേണ്ടത്. പക്ഷേ അഥവാ ചിലപ്പോൾ നമുക്ക് സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമല്ലോ, ആ സമയത്ത് നമ്മൾ പള്ളിയിലല്ല വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കല്ലേ. അപ്പൊ അവൈലബിൾ ആയ മക്കളെ ആരൊക്കെ ഉണ്ടോ എല്ലാരും കൂട്ടിയിട്ട് അതിലേറ്റവും കുട്ടികളെ ഇമാമത്തെടുത്താൽ നിങ്ങൾ പഠിപ്പിക്കും. 10 വയസ്സായ മോനെ നിങ്ങൾ ഇമാമത്തെടുത്തിക്കോളിൻ. ഫിഖിന്റെ ഇതിലൊക്കെ ചിലപ്പോൾ നല്ല അറിവുള്ളവരായിരിക്കും നിർത്തേണ്ടത്. പക്ഷെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ഫിഖ് പറയുന്നത് എല്ലാ കുട്ടികളെയും മാറ്റി മാറ്റി ഇമാമത്ത് നിർത്തണം എന്നാണ്. അതിൽ ചിലപ്പം തല ഇങ്ങനെ ആയാളുണ്ടാവും, ചിലപ്പം പാൻറ് അങ്ങനെ പിടിച്ച ആളുണ്ടാവും. അവരൊന്നും ഇപ്പം എന്താക്കണ്ട, നിങ്ങൾ വല്ലാണ്ട് വാച്ച് ചെയ്യണ്ട. ഞാൻ ഏതൊരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്, കോട്ടക്ക പള്ളിയിൽ ഒരിക്കൽ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കയറിയതാ. അപ്പൊ ഞാൻ ദൂര സ്ഥലത്തുനിന്ന് പിന്നെ ഇത് കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് വരുന്നോണ്ടെങ്കിൽ ജമാഅത്ത് കിട്ടിയില്ല. ഞാൻ നേരെ ചെന്നപ്പോൾ ജമാഅത്തൊക്കെ പിരിഞ്ഞിട്ടുണ്ട്. ഒരു പയ്യൻ നിന്ന് അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. ഓന്റെ മുടി ഇങ്ങനെയാണ്, ഇവിടെയൊക്കെ ഇങ്ങനെയാണ്, ഓന്റെ പാൻറ് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ശരിക്കും റുക്കൂക്ക് പോയാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്കോ അവൻ എന്താക്കുന്നുണ്ട് കാണുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പയ്യനാണ്. ഫിഖിന്റെ മസാല പ്രകാരം ഒരിക്കൽ അവനെ തോണ്ടി നിസ്കരിക്കാൻ പറ്റൂല. കാരണം ഇമാമത്ത് നിൽക്കാൻ ഫിഖിന്റെ വ്യാഖ്യാന പ്രകാരം അർഹനയല്ല. പക്ഷേ നമ്മളിൽ ഒരു ദാഴിയായ ഒരു ചിന്ത ഉണ്ടായത് കൊണ്ട് ഞാൻ ആ കുട്ടിയെ തോണ്ടി ആ കുട്ടിന്റെ പിന്നിൽ നിസ്കരിച്ചു. അവനതൊരു സ്കൂളിലെ കുട്ടിയാണ്. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2 റക്അത്തും കൂടി തുടർന്ന് പോകാനുണ്ട്. ആ സമയത്ത് ഇവൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ. അപ്പൊ ഞാൻ 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവണ്ട് കാത്തു നിൽക്കണ്. കണ്ണൊക്കെ ഉണ്ട് നിറഞ്ഞിട്ടുണ്ട്. കൈയൊടിച്ചിട്ട് സാറ് എന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചല്ലോ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇമാമത്ത് നിൽക്കണത് സാറേ, എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ. അപ്പം മോന്റെ പിന്നിൽ നിസ്കരിച്ചാൽ എന്താ കുഴപ്പം? അല്ല എന്റെ മുടി ഇങ്ങനെയാണ്, അതെങ്ങനെയാണ്. എന്റെ പേരക്കാരൊക്കെ പറയലുണ്ട്, നിങ്ങൾ എന്റെ പിന്നിൽ നിസ്കരിച്ചോ, ഞാൻ എന്താ വന്യജീവിയേറ്റെ, എന്താ നിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ? ആ കുട്ടി ഇന്ന് കോട്ടക്ക പള്ളിയിൽ, അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ സ്ഥിരമായിട്ട് വരും. അവരൊറ്റ എഫക്റ്റ് അവന് പറയാം. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ തലമുടി വെട്ടിയാലും ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ പോയിട്ട് ഒരു കച്ചറ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ദയവ് ചെയ്ത് നമ്മളെ കുട്ടികളെ ഒറ്റപ്പെടുത്തല്ലേ. വഴക്ക് പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഒറ്റപ്പെടുത്തി നിർത്തല്ലേ. സ്നേഹത്തോടെ നെഞ്ചിൽ ചേർക്ക്. ഒരബദ്ധം 2 അബദ്ധമൊക്കെ കുട്ടികളുടെ കയ്യിൽ വരും. അവരെ തിരുത്തലാണ് നമ്മുടെ ഉദ്യമം. ചിലപ്പോ ദേഷ്യം പിടിച്ചിട്ട് വാപ്പാന്റെ നേരെ വരെ കയ്യോങ്ങിയെന്നിരിക്കും. അത് അവിടെ പ്രഷർ കൊണ്ടുണ്ടായതാണ്. ദയവ് ചെയ്തിട്ട് ആ കുട്ടിയെ നിങ്ങൾ വിഷമത്തോടെ കാണല്ലേ. അത് അവന്റെ അപ്പത്തെ പ്രഷറിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അവനെ തിരുത്തൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആകെ ലാവിഷായി പോകുമ്പോൾ സ്വതന്ത്രമായി വിടണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവരെ തിരുത്തി കൊണ്ടുവരണം. നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ കുട്ടികൾ അങ്ങനെയാകുന്ന ഒരു കാലം വരും. ഞാൻ എന്റെ കഥ പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. ഞാനൊരിക്കൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതൊരു സിനിമയ്ക്ക് എന്നെ കൂട്ടുകാർ കൊണ്ടുപോയി. ഉമ്മണ്ട് വന്നിട്ട് ഏതൊരു സിനിമയ്ക്ക് കൊണ്ടുപോയതാണ്. ഞാനാണ് ഈ സിനിമ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. എന്റെ ഉമ്മ വന്നിട്ട് അടിയടോ അടി. കാരണം എന്താ പറഞ്ഞാൽ ഉമ്മക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല ഞാൻ സിനിമയ്ക്ക് പോണത്. അതിൽ പാപ്പ വന്ന് മടി പിടിച്ചു. ഞാൻ പ്രസംഗത്തിൽ പറയേണ്ട കാര്യമൊന്നുമല്ല, എന്നാലും പറയാണ്. പാപ്പ വന്ന് മടി പിടിച്ചു. അപ്പം എന്റെ ഉമ്മ അറിയാണ്ട പറഞ്ഞുപോയി, നിങ്ങളാണ് കുട്ടിനെ അത്ര വഷളാക്കണത് എന്നറിയാണ്ട പറഞ്ഞുപോയി. അതിൽ ഉപ്പാപ്പ കണ്ണുകൾ വെള്ളം നിറച്ചിട്ട് അന്ന് പറഞ്ഞ രംഗ ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഈ നോക്കിക്കടി, നിന്റെ കുട്ടി നന്നാവും, ഒരു സിനിമ കാണാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ആക്രോശത്തോടെ എന്റെ ഉമ്മയോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ചില അബദ്ധങ്ങൾ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ വരും. അകറ്റല്ലേ, ഒറ്റപ്പെടുത്തല്ലേ, ദിവസങ്ങളോളം നിങ്ങൾ പിണങ്ങി നിൽക്കല്ലേ. ആ കുട്ടികൾ വിഷമിക്കുന്നുണ്ട്. നിങ്ങളറിയോ, തിരുവനന്തപുരത്ത് സ്വന്തം മാതാവിന് ബില്ലടക്കാൻ പൈസ ഇല്ലാതെ തെരുവിൽ നിന്നിട്ട് നടന്ന് എന്റെ അമ്മക്ക് പൈസ ഇല്ല, സ്കൂളിൽ ആരും അത്ര മൈൻഡ് ചെയ്തില്ല, കുറച്ചെന്തോ ആൾക്കാരെന്തോ കൊടുത്ത് ബില്ലടക്കാൻ അവിടെ കാത്തു നിൽക്കുന്നു. പക്ഷെ അമ്മക്ക് ബില്ലടക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നേരെ ഹോസ്പിറ്റലിന്റെ ബാത്റൂമിൽ കയറിയിട്ട് കൈയറ്റിച്ചിട്ട് ആത്മഹത്യ ചെയ്തു ജ്യോതിക എന്ന് പറയുന്ന പെൺകുട്ടി. അമ്മയോടുള്ള സ്നേഹമായിരുന്നു അത്. അമ്മക്ക് പൈസ അടക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആ പാവം കുട്ടി ലോകത്തോട് വരെ വിട പറഞ്ഞു പോയി എന്നതാണ്. ഇതേപോലെ മാതാപിതാക്കളോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട് നമ്മുടെ മക്കൾക്ക്. ദയവ് ചെയ്ത് സ്നേഹമില്ലെന്ന് നിങ്ങൾ പറയല്ലേ. ആ കുട്ടികൾ അത് പ്രകടിപ്പിക്കും. നിങ്ങളറിയോ, പുത്തനത്താണിയിൽ കുട്ടികളെത്താണിയിൽ ഇവിടെ പോണ അങ്ങാടിയിൽ നിങ്ങൾ നോക്കിക്കോ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെന്നറിയോ, ഫ്രൂട്ട് ഷോപ്പിന്റെ മേലെ ജസ്റ്റ് ഒരു പായിട്ടിട്ട് പോയിട്ടുണ്ടാവും. അതിന്റെ അടിയിൽ 300 രൂപയുടെ മാങ്കോസ്റ്റിൻ ഉണ്ട്, 200 രൂപയുടെ ആപ്പിൾ ഉണ്ട്. ഒരൊറ്റ കുട്ടിയും 2003 ഒരു 17കാരനും ഒരു 18കാരനും, ഞാൻ അങ്ങേയറ്റം ഈ കുട്ടികളെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, ഒരൊറ്റ മാങ്കോസ്റ്റിനും മോഷ്ടിക്കില്ല, ഒരൊറ്റ ആപ്പിളും മോഷ്ടിക്കില്ല. കാരണം 2003 ഈ പറയുന്ന വിദ്യാർത്ഥി കുട്ടികൾക്ക് കളവെന്താന്നറിയൂല. അഥവാ കക്കുന്നുവെങ്കിൽ അവൻ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ടൊക്കെ കക്കുന്നല്ലാതെ, അഥവാ അവൻ എന്തെങ്കിലും അടിക്കണതിന്റെ പേരിലൊക്കെ കക്കുന്നല്ലാതെ സാധാരണ ജീവിക്കുന്ന ഒരു മകനും കളവറിയില്ല. അത്ര തങ്കം പോലത്തെ കുട്ടികളാണ് ഇന്നത്തെ കാലത്തുള്ളത്. അതുകൊണ്ട് ഞാൻ കുട്ടികളെ ന്യായീകരിക്കല്ല, ദയവ് ചെയ്ത് അവരെ ഒറ്റപ്പെടുത്തല്ലേ. നിങ്ങൾ നമ്മളൊക്കെയും അനുജനോട്, ജ്യേഷ്ഠനോട്, എളാപ്പാനോട്, മൂത്താപ്പാനോട് 1 സെന്റിന് വേണ്ടി വർഷങ്ങളോളം പിണങ്ങി നിന്ന തലമുറയിൽപ്പെട്ടവരാ നമ്മള്.
പക്ഷെ പുതിയ തലമുറയിലെ ഒരു കുട്ടിയും ഒരു സെന്റിന് വേണ്ടി ഇല്ല, അവരൊരിക്കലും പിണങ്ങി നിൽക്കൂല. അവർക്ക് വീടന്നെ വേണമെന്നില്ല. എന്നിട്ടല്ലേ നിങ്ങളെ ഒരു ഒലക്കിയിലെ 1 സെന്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾ അങ്ങേയറ്റം നല്ലവരാണ്. അവരെ ഒന്ന് പിന്താങ്ങിയാൽ മതി, ഉഷാറായിട്ട് അവൾ വളർന്നു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ നെഗറ്റീവായിട്ട് കാണല്ലേ, കുട്ടികളാകെ കച്ചറയായിട്ട് പറയല്ലേ, എന്താ സ്ഥാപനത്തിലെ കഥ എന്നൊക്കെ പറഞ്ഞ് 2023 ടോട്ടലായിട്ട് നിങ്ങൾ ജനറലൈസ് ചെയ്യല്ലേ. ഇഷ്ടം പോലെ മക്കളെ നമുക്കറിയാം. സ്നേഹം കൊടുത്താൽ സ്നേഹം മാത്രം തിരിച്ചു തരുന്ന മക്കളെ ആ സ്നേഹത്തോടെ നിങ്ങൾ കൊണ്ടുപോ. അതുകൊണ്ട് വീട്ടിൽ ഊഷ്മളമായ ഒരു ജീവിതം ഉണ്ടാകണം. അഥവാ ഞാൻ അവസാനിപ്പിക്കേണ്ട സമയമായി, അവസാനിപ്പിച്ചു കൊള്ളട്ടെ സ്നേഹത്തോടെ. ഇന്ന് അമ്മായിമ്മയും മരുവോളും പോയാല് സുന്ദരമായ അമ്മായിമ്മയും മരുവോളും. അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ പോയിട്ട് ഈ കാര്യങ്ങൾ എല്ലാവരും സ്നേഹത്തോടു കൂടിയിട്ടാകണം, പരസ്പര സ്നേഹത്തോടു കൂടി. ഞാൻ പറയാ, ഇന്നെന്നെ പോയിട്ട് ഉമ്മ കൊടുക്കാത്ത പെൺകുട്ടികൾക്കൊക്കെ ഇപ്പൊ തന്നെ അമ്മാര് പോയിട്ട് പെൺകുട്ടികൾക്ക് ഉമ്മ കൊടുക്കണം എന്നാണ്. ഇന്ന് ഈ പാറമ്മൽ കുടുംബം കഴിഞ്ഞു പോയാല് മരുക്കളെ നിങ്ങളെ വീട്ടിലെത്തിക്കഴിഞ്ഞാല് നിങ്ങളെ അമ്മായിമാർക്ക് അങ്ങോട്ട് പോയിട്ട് ആദ്യം ഒന്ന് കൊടുത്താളി. കാരണം നമ്മളല്ലേ ഈ തറമുയിലുള്ള ആൾക്കാർ, നമുക്കല്ലേ ഇതൊക്കെ ഒരു ശീലമുള്ളത്. അതുകൊണ്ട് നമ്മളെ അമ്മായിമനെ പോയിട്ട് ഒരു ഉമ്മ കൊടുക്കുക. അതായത് അഞ്ഞിപ്പോ മൂപ്പര് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കൂല, പിന്നെ എപ്പോഴെങ്കിലും കൊടുത്തോണ്ട് പറഞ്ഞാണ് മാറ്റിയേക്കണ്ട, നിങ്ങൾ പോയിട്ട് കൊടുത്തേക്കുക. അമ്മായിമാരും മരുമക്കളും നല്ല കൂട്ടുകാരികളായിട്ട് മാറുക. ഇതേപോലെ പ്രായം ചെന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഉപദേശമല്ല, നിർദ്ദേശമാണ്. നിങ്ങൾ കുടുംബത്തിലെ കാഴ്ചപ്പാടായ രക്ഷിതാക്കളായി മാറുക. ഒരാൾക്ക് നല്ല ബിസിനസ് ഉണ്ട്, ഭയങ്കര സംഭവമാണ്, അതൊന്നുമല്ല കുടുംബത്തിലെ ഇത് ഏറ്റവും വലുത് വിഷനറി ആവുക എന്നുള്ളതാണ്. കുടുംബത്തെ എങ്ങനെ നയിച്ചു കൊണ്ടുപോകണമെന്ന കാഴ്ചപ്പാടുള്ളവനാണ് കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ. ചെറിയ കുട്ടി മുതൽ വലിയവർ വരെ എങ്ങനെയൊക്കെ പോകണമെന്ന വലിയൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ആത്മീയപരമായി എങ്ങനെ, ഭൗതികപരമായി എങ്ങനെ, സ്നേഹോഷ്പളമായി എങ്ങനെ. ഇതേപോലെ നിങ്ങൾ ചെയ്യേണ്ട ആ ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഈ കുടുംബ ഇന്ന് പാറമ്മൽ കുടുംബത്തിലെ ഇത്രയും ആളുകൾ ഇവിടെ വന്നപ്പോ ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട് ഈ മൂലയിൽ. സിംബോളിക്കായിട്ട് പറഞ്ഞോട്ടെ, ഒരു പാവം സ്ത്രീ ഇരിക്കുന്നുണ്ടാവും. അവരുടെ ഭർത്താവ് ഒരു പക്ഷേ മരിച്ചു പോയിട്ടുണ്ടാകും. 2 കുട്ടികളുടെ കൈയും പിടിച്ചോണ്ട് ഇന്ന് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ തിരുമുറ്റത്ത് എത്തിയിട്ടുണ്ടാകും. നിങ്ങൾ ഇന്ന് പിരിഞ്ഞു പോകും, ബിരിയാണി എല്ലാം കഴിച്ചിട്ട് പിരിഞ്ഞു പോകും, അവരും ആശ്വാസത്തോടെ പിരിഞ്ഞു പോകും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്ക്, നിങ്ങൾ നിങ്ങളുടേതായ സംഭാവനകൾ നൽകി ആ പാവ എന്നാണ് ഒരു വീടുണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ നാട്ടിലൊരു മരണം കണ്ടു. പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ്റെ, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് വലിയ രീതിയിൽ ബാൻഡ് വാദ്യങ്ങൾക്കൊക്കെ നടന്നിരുന്ന ഒരാളാണ്. അദ്ദേഹം കണ്ടു, അദ്ദേഹം ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ട് ഞങ്ങൾ മരണവേളയിൽ കാണാൻ വേണ്ടി ചെന്നതാണ്. ഒരു ഭാഗത്ത് പണി തീരാത്തൊരു കൊച്ചു വീട്, ഇപ്പുറത്തെ ചെറ്റക്കുടിയിൽ കിടന്നിട്ട് ഭാര്യ വിലപിക്കാണ്. വീട് പണി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിലപിക്കാണ് ആ പാവം സ്ത്രീ. ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നല്ലോ, ഇന്നൊന്ന് വിളിച്ചുകൂടായിരുന്നില്ല നിങ്ങൾക്ക് എന്ന് പാതിരാവിലെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ ഭർത്താവിനെ കുറിച്ച് പറയാണ്. ഇതൊരു പാവം സ്ത്രീയുടെ വിലാപമാണ്. ഇന്ന് നാട്ടുകാര് അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക്, എൻ്റെ അഭിപ്രായത്തിൽ പാറമ്മൽ കുടുംബത്തിലെ ഈ അംഗങ്ങൾ ഓരോരുത്തരും 1000 രൂപ മാസത്തിൽ മാറ്റിവെച്ചാൽ, വെറും വർഷത്തിൽ മാറ്റിവെച്ചാൽ, ഓരോ വർഷത്തിലും ഓരോ വീട് വെച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. കേവലം 1000 രൂപ വീതം ഒരു വീട്ടുകാർ മാറ്റിവെച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് ഒരു വീടെങ്കിലും വർഷത്തിൽ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളുടെ കുടുംബക്കാരനായതുകൊണ്ട് വാഴ്ത്തി പറയല്ല. പ്രിയപ്പെട്ട ഹമീദ് ഭായി, അതേപോലെ ജാബിർ സാറ്, അതേപോലെ ഇവിടെ പല ആൾക്കാരും അങ്ങനെ സ്വകാര്യതയിൽ കുറെ വീടുകൾ വെച്ചു കൊടുക്കാറുണ്ട്. ആ കൂട്ടത്തിൽ പാറമ്മൽ കുടുംബം അതിന് യശസ്സുള്ളവരാണ്. അങ്ങനെ നിങ്ങൾ പോകണം. നിങ്ങൾ സിംബോളിക്കായിട്ട് കാണും, അതിന്റെ കുടിയിരുത്തത്തിന് നിങ്ങൾ പോകണം. വെറുതെ മനസ്സിലൊന്ന് കണ്ടു നോക്ക്. 2 കുട്ടികളെ വളർത്തി വലുതാക്കി, അതിമനോഹരമായി വളർത്തി വലുതാക്കി, ഭർത്താവില്ലാതെ ജീവിച്ച, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിട്ടും പ്രയാസത്തോടു കൂടി ജീവിക്കുന്ന ആ പാവം കുടുംബത്തിനൊരു വീട് വെച്ചിട്ട് ഇങ്ങനെ നടന്നു വരും. നിങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പി തരാനൊന്നും അവർക്ക് കഴിയൂല. ആ സമയത്ത് ഈ 2 കുട്ടികളെ കയ്യും പിടിച്ചോണ്ട് ഈ പാവം സ്ത്രീ ഇങ്ങനെ അന്തിച്ചു നിൽക്കും. കണ്ണൊന്ന് നിറയും, അള്ളാഹുവിന്റെ അർശ് കിലുങ്ങും. അതായിരിക്കണം ഈ കൂട്ടത്തിന്റെ ഏറ്റവും വലിയ ഉദ്യമം. പാവപ്പെട്ടവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി. പാറമ്മൽ കുടുംബത്തെ വാഴ്ത്തി പറയല്ല, നിങ്ങൾ
അവാർഡ് കൊടുക്കുന്നത് ആർക്കൊക്കെയെന്ന് ചോദിച്ചപ്പോ എന്നോട് പ്രിയങ്കരനായ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചത് എങ്ങനത്തെ ആൾക്കാർക്കാന്നറിയാം. കുടുംബത്തിൽ സാധാരണ A+കാർക്ക് അവാർഡ് കൊടുക്കും. സാധാരണ എന്ത് കൊടുക്കും എന്ന് പറഞ്ഞാല് വലിയ വലിയ ഡോക്ടർമാർക്ക്, എഞ്ചിനീയർക്ക്, അവർക്കൊക്കെ കൊടുക്കണം. അവർ അധ്വാനിച്ചിട്ട് അതൊക്കെ കിട്ടിയത്. പക്ഷേ നിങ്ങൾ ആദരം കൊടുക്കുന്നത് ആർക്കാന്നറിയോ? ഇന്നിവിടെ വെച്ച് ആദരം കൊടുക്കുന്നത് ഞാൻ ഇതേപോലെ തന്നെ വലിയ കുമ്മാളിൽ കുടുംബം എന്ന് പറയുന്ന കുടുംബത്തിലെ സംഗമത്തിന് പോയപ്പോൾ പാറമ്മൽ കുടുംബത്തെ കുറിച്ച് സംസാരിച്ചു ഞാൻ ആ വേദിയിൽ. ഇത് പറഞ്ഞുകൊണ്ട് അവർ അവാർഡ് കൊടുക്കുന്നത് വെറും പഠിച്ചുയർന്നവർക്കല്ല. 3 പെൺമക്കളുണ്ടായി, വെറും കൂലിവേല ചെയ്ത കുട്ടികളെ വളർത്തി കഠിനാധ്വാനം ചെയ്തിട്ട് മക്കളെയെല്ലാം കെട്ടിച്ചയച്ച് ആരോരും അറിയാത്ത ആ പാവം പിതാവിന് ആദരം കൊടുക്കുന്നു ഇന്ന് ഈ പാറമ്മൽ കുടുംബം എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം. ഉയർന്നു പോയവർക്ക് മാത്രമല്ല, പാവം പെൺകുട്ടികളെ കെട്ടിച്ചയച്ച് വെറും വൃദ്ധനായി മാറി. പക്ഷെ അപ്പോഴേക്കും തന്റെ ആരോഗ്യമെല്ലാം നിശ്ചലമായി. ഇപ്പൊ കൈക്കോട്ട് പോലും തൊണ്ടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായ പാവപ്പെട്ട ആളുകളെ ഇവിടെ വെച്ച് ആദരിക്കുന്നു നിങ്ങളുടെ പാറമ്മൽ കുടുംബം. വലിയ ആദരമുണ്ട് ഈ പാറമ്മൽ കുടുംബത്തോട്. രണ്ടാമത് ഞാൻ ചോദിച്ചു, പിന്നെ ആർക്കാ നിങ്ങൾ അവാർഡ് കൊടുക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഉമ്മക്ക്. എൻ്റെ ഒരു കൂട്ടുകാരനൊരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുണ്ട്. ആ സ്ത്രീ ഒരു കല്യാണത്തിനും പോകാറില്ല, ഒരു വിരുന്നിനും പോകാറില്ല. എന്താ കാരണം എന്നറിയോ? ഈ കുട്ടി അവിടെ പോയ ആൾക്കാരെ ആക്രമിക്കും. ചിലപ്പം ഭയങ്കര പിന്നെ ADHD എന്ന് പറയുന്ന സാധനമുണ്ട്. ADHD എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, പിടിച്ചു വലിക്കും. അതുകൊണ്ട് എവിടെയും പോവാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് 2-3 മാതാക്കൾക്ക്, കാരണം മാതാക്കൾ ജീവിതം മുഴിഞ്ഞു വെച്ചത് ഈ കുട്ടികൾക്കാണ്. അവർ IAS പാസ്സായവരല്ല, അവർ സർക്കാർ ജോലിയുള്ളവരല്ല. കുടുംബത്തിൽ മാത്രം തിരിഞ്ഞ് അന്ധമായ ഈ കുട്ടിയെ, അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച കുട്ടിയെ നോക്കിക്കൊണ്ട് മാത്രം നടന്ന പാവം സഹോദരിമാരെ ആദരിക്കുന്നു ഇന്നത്തെ ഈ പാറമ്മൽ കുടുംബ സംഗമത്തിൽ വെച്ച്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആദരം. A+കാളെ നിങ്ങൾ ആദരിച്ചോളൂ, മറ്റുള്ളവരെ ആദരിച്ചോളൂ. പക്ഷേ നിങ്ങൾ ഏറ്റവും താഴേക്കടയിലുള്ളവരെയും ആദരിക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. ഈ ജൈത്രയാത്ര തുടരട്ടെ. പാറമ്മൽ കുടുംബം ഇനി മക്കളെ ഏറ്റെടുക്കും, യുവാക്കളെ ഏറ്റെടുക്കും. നിങ്ങൾക്ക് അവരുടെ സമ്മതമില്ലാതെ പറഞ്ഞോട്ടെ, നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും സജാദ് ചെയ്തതുപോലെ സിവിൽ സർവീസിന് പോയി അതിന്റെ ടെസ്റ്റ് അഥവാ പാസ്സാകാൻ പറ്റുമെന്ന മൾട്ടിപ്പിൾ എൻട്രൻസ് ടെസ്റ്റ് എങ്കിലും ചെയ്ത് IAS പാസ്സാവാനുള്ള സാധ്യത സിവിൽ സർവീസിൽ 24 ഓപ്ഷനിലെ ഏതെങ്കിലും ചാൻസ് ഉണ്ടെന്ന് കണ്ടാൽ അവരെ ഡൽഹിയിൽ വിട്ടോ മറ്റുള്ളവർക്ക് വിട്ടോ മാസത്തിൽ 15,000-20,000 കൊടുത്ത് ആ കുട്ടിയെ കളക്ടറാക്കുന്നത് വരെ പഠിപ്പിക്കാനുള്ള സാമ്പത്തികം ഈ പാറമ്മൽ കുടുംബത്തിലെ അംഗങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഇവരുടെ സമ്മതമില്ലാതെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അതും കൂടി അവർ ആദരപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയില്ല ഒരു ഉമ്മാക്ക്, പക്ഷെ അവന് സിവിൽ സർവീസ് ഒക്കെ എല്ലാവരും കൂടി പോയി കണ്ട് പൈസ വയ്ക്കരുത്. പക്ഷെ ഇവർ ടെസ്റ്റ് നടത്തും, അതൊക്കെ എത്താൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ഇവരതിനു വേണ്ടിയുള്ള സാമ്പത്തികം ചെലവാക്കും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കുട്ടികളോടൊപ്പം മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധ്യതമാണ്. അവരെല്ലാവരും സന്നദ്ധമാണ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അതിൻ്റെ കൂടെ ഉണ്ടാകണം. ആദ്യമായി ഇന്നലെ പോയിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഓരോ ഉമ്മ കൊടുക്കുക. ഇവിടെ കുട്ടികളൊന്ന് എഴുന്നേറ്റാട്ടെ, ഇത് ക്യാമറയിൽ അങ്ങനെ പകർത്തണ്ട കേട്ടോ. കുട്ടികളൊന്ന് എഴുന്നേറ്റാട്ടെ എന്ന് പറഞ്ഞാൽ +1, +2 ഡിഗ്രിക്ക്, അതേമാതിരി 8ാം ക്ലാസ് മുതലൊക്കെ പഠിക്കുന്ന എൻ്റെ ചെറിയ മക്കളൊക്കെ ഒന്ന് എഴുന്നേറ്റാട്ടെ. വിദ്യാർത്ഥികളായ ആൾക്കാരോടൊക്കെ എഴുന്നേൽക്കാനാണ് പറഞ്ഞത്. ആണ്ട് എഴുന്നേറ്റോ, അങ്ങോട്ട് എഴുന്നേറ്റോ. ഇനി ഉണ്ടാവുമല്ലോ ഒരുപാട്. ഒന്ന് എഴുന്നേറ്റാട്ടെ മക്കളെ, ഒന്ന് എഴുന്നേൽക്കുന്നു. ഇനിയുണ്ട്. ആലോചിക്കല്ലടാ, നിങ്ങൾ വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടോ? എഴുന്നേറ്റോളം നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാനൊന്നുമല്ല. എല്ലാവരും കൂടി എഴുന്നേറ്റ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യിപ്പിക്കാനാണ്? എല്ലാ വിദ്യാർത്ഥികളും എഴുന്നേറ്റാട്ടെ. പാറമ്മൽ കുടുംബത്തിലെ എല്ലാ വിദ്യാർത്ഥികളും എഴുന്നേറ്റാട്ടെ. ആണ്ട് എഴുന്നേറ്റോ. ഇനിയുണ്ട് ഒരുപാട്. മക്കളോടൊപ്പം നമുക്കും വളരാം എന്നുള്ളതാണല്ലോ. ഈ മക്കൾ വളർന്നു പോവാൻ, ഈ മക്കൾ ഇതാ നിങ്ങളൊരു പ്രതിജ്ഞാപൂർവം പറഞ്ഞോട്ടെ എൻ്റെ പാറമ്മൽ കുട്ടികളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയോടെ ഇന്റലക്ച്വലായി സമൂഹത്തിനുതകുന്ന രീതിയിൽ ഉപകാരം ചെയ്ത് രാഷ്ട്രത്തിന് സേവനം ചെയ്ത് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന അർത്ഥത്തിലൊന്ന് കൈപ്പൊക്കിയാട്ടെ. എല്ലാ കുട്ടികളും ഒന്ന് കൈപ്പൊക്കിയാട്ടെ. ജസ്റ്റ് കൈപ്പൊക്കിക്കോ. ഈ കുട്ടികളൊക്കെ അതിന് തയ്യാറാണ്. എല്ലാ മക്കളൊന്നും ഉറക്കെ കൈയടിച്ചു കൊടുത്താട്ടെ. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം നിങ്ങളെ രക്ഷിതാക്കളുടെ അടുത്തേക്ക് ഒന്ന് പൊയ്ക്കാട്ടെ. മക്കൾ അവിടുന്ന് ഇറങ്ങിക്കോ. എന്നിട്ട് നിങ്ങളെ ഉമ്മാനെ എപ്പാനെ ആരെങ്കിലും ഒന്ന് കണ്ടെത്തു. വേഗം ഇറങ്ങിക്കോ. കേൾക്കാതിരിക്കല്ലടാ, പാറമ്മൽ കുടുംബം ഭയങ്കര സംഭവമാണ്. ഇറങ്ങിക്കോ മക്കളെ. നിങ്ങളെപ്പ ഉമ്മ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൈ കൊടുക്കുക, ഒരു ഉമ്മ കൊടുക്കുക. വേഗം ഒന്ന് കൊടുത്താട്ടെ.
ഇത് പാളാൻ പറ്റൂല, വേഗം ചെയ്യ്. അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കല്ല മക്കളെ, വേഗം പോ, ഉമ്മാന്റെ അടുത്തേക്കോ ഒപ്പാന്റെ അടുത്തേക്കോ പോയിക്കോളി, ആണ്ട് ഇറങ്ങിക്കോളി. ഞങ്ങൾ ഇത് കാണുന്നുണ്ട്, ഇവിടെ ഉള്ളവരൊക്കെ കാണുന്നുണ്ട്, ആരൊക്കെയാണെന്ന് നോക്കട്ടെ. എല്ലാവരും അങ്ങോട്ട് ഇറങ്ങിക്കോളി. എന്നിട്ട് ഉമ്മാക്ക് പോയിട്ട് ഒരു കൈ കൊടുക്കുക, ഉമ്മാക്കോ ഒപ്പാക്കോ രണ്ടാളെയും കൂടി ഇപ്പൊ കണ്ടെത്താൻ കഴിയില്ല. എന്നിട്ട് പോയിട്ട് ഒരു ഉമ്മക്കെ കൊടുത്ത് നല്ല ഉഷാറായിട്ട് ഇന്നു മുതൽ നല്ല മക്കളായിട്ട് വളരാമെന്ന്. അവിടെ കുറച്ച് ആൾക്കാരെ ചെയ്യുന്നുള്ളൂ, ഇവരൊക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ നിന്ന് ഇറങ്ങിക്കണം മക്കളെ, പോയിട്ട് കൊടുക്കാം. ചോറുന്നാൻ പോയിക്കണം, ഉമ്മാര് വേഗം ചോറുന്നാൻ പോയിക്കണം. അങ്ങനത്തെ ഉമ്മാർക്ക് ഉമ്മേ ഇല്ല, അങ്ങനത്തതാണ്. അപ്പൊ ഏതായിരുന്നാലും ശരി, ചോറ് കഴിക്കാൻ പോയി നാം പറഞ്ഞത്. വേറെ ഉള്ളവരൊക്കെ ഇരുന്നോളിൻ. ഈ രക്ഷിതാക്കളുടെ വാക്ക് നല്ല സ്നേഹത്തോടെ, ആത്മീയപരമായി, ഭൗതികപരമായി, സ്നേഹപൂർവ്വം കുടുംബത്തിൽ പകർന്ന് നല്ല ഉഷാറായിട്ട് ഒരു വിഷയം ഉണ്ടാക്കാതെ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ കുടുംബത്തിൽ കഴിഞ്ഞോളാന്ന് ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ, ഒന്ന് ഉഷാറായിട്ട് കൈപൊക്കിയാട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ മക്കളോടൊപ്പം നമുക്കും വളരണം, ഒരുപാട് ഉയർന്നു പോകണം. അവസാനം നമ്മുടെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്ന ഒരു ദിവസം മനസ്സിലൊന്ന് കണ്ടു നോക്ക്. ആ സമയം പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ മസ്ജിദിൽ വെച്ചിട്ട് ഇമാമത്ത് നിൽക്കുമ്പോ നമ്മുടെ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇമാമത്ത് നിൽക്കണം. നമ്മുടെ മയ്യത്ത് ഖബർഗേഹത്തിലേക്ക് വെക്കുമ്പോ മണ്ണ് വാരിയിടുമ്പോ അവന്റെ കണ്ണുകൾ നിറയണം. പോരാ, നാട്ടിൽ നിന്ന് നമ്മുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവിടുത്തെ ഹൈന്ദവരും ക്രിസ്ത്യൻ ജനതയും ആരൊക്കെയുണ്ട് അയൽവാസികൾ, അവരെല്ലാവരും വിതുമ്പിക്കരയണം. ഇനി എന്നാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജന്മമെടുക്കുക, ഇനി എന്നാണ് ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ജന്മമെടുക്കുക എന്ന് ഈ പാറമ്മൽ കുടുംബത്തെ കുറിച്ചിട്ട് ആദരപൂർവ്വം സ്മരിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉയർച്ചകൾക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രാർത്ഥനകളും നിർവഹിക്കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.